വായിക്കുച്ചാണ്ട് പണം കത്തണുമാ പഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ വയറ് കറ്റാളി എൻ്റെ കൊടല് കത്തണുമാ പണം പെടഞ്ഞിട്ട് ദൈവേ ഓണം പഴർക്കണുമാ. കലാഭവൻ മണി ഈ പേര് കേൾക്കുമ്പോൾ ഒരിറ്റു കണ്ണുനീർ ഹൃദയത്തിൽ നിന്നും പൊഴിയാത്തവരായി ആരുമുണ്ടാകില്ല. കാരണം അത്രയേറെ നന്മകൾ നമ്മുടെ നാടിനു വേണ്ടി, നമ്മുടെ മനുഷ്യർക്കു വേണ്ടി ചെയ്തു കൂട്ടിയിട്ടാണ് ആ മനുഷ്യൻ ഈ ലോകത്തോട് യാത്ര പറഞ്ഞത്. കലാഭവൻ മണി എന്ന അഭിനേതാവ്, നിർമ്മാതാവ്, പാട്ടുകാരൻ, കലാകാരൻ, മിമിക്രിക്കാരൻ, ചാരിറ്റി പ്രവർത്തകൻ തുടങ്ങി നിരവധി വേഷങ്ങൾ അണിഞ്ഞ് ലോകത്തിൻ്റെ ഹൃദയത്തിൽ കയറിക്കൂടിയ ഈ മനുഷ്യനെ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ലോകമറിയുന്ന കലാഭവൻ മണി എന്ന ഈ കലാകാരനെക്കുറിച്ച് കലാഭവൻ മണിയുടെ സുഹൃത്തും ചാരിറ്റി പ്രവർത്തകനും കലാഭവൻ മണി മെമ്മോറിയൽ അവാർഡ് ജേതാവുമായ ശ്രീ മഹേഷ് വടക്കാഞ്ചേരി നമ്മളോട് സംസാരിക്കുന്നു. സുഹൃത്തുക്കളെ, മാർച്ച് 6 എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ കലാഭവൻ മണി സാർ നമ്മളെ വിട്ടു പോയിട്ട് 10 വർഷം തികയാണ്. ഈ 10 വർഷം തികഞ്ഞെങ്കിലും ഇന്നും നമ്മുടെ മനസ്സിൽ നിന്നും മായാതെ, മറക്കാതെ നമ്മൾ കൊണ്ടു നടക്കുന്ന കലാഭവൻ മണി സാറിന് കുറെ അനുഭവങ്ങൾ എനിക്കുണ്ട്. കാരണം ഞാൻ നേരി കണ്ടിട്ടുള്ളത് കൊണ്ട്. കാരണം ഈ കലാഭവൻ മണി സാറ് ഇന്നും നമ്മുടെ ഓരോരുത്തരും മനസ്സിൽ ജീവിക്കുന്നു എന്നതാണ് എൻ്റെ സത്യം. ഒരു നടന്മാർക്കും കിട്ടാത്ത ഒരു പ്രതിഫലം നമ്മുടെ നാട്ടിന് വേണ്ടി ദാനം തന്നിട്ട് പോയ ഒരു മഹാവ്യക്തിത്വന്റെ ഉടമയാണ് നമ്മുടെ കലാഭവൻ മണി സാർ. കാരണം അത് പറയാതിരിക്കാൻ പറ്റില്ല. ഇന്നും അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞ് ഒരേ നാടൻ പാട്ടുകളും അതുപോലെ ഒരുപാട് വേദികളിൽ പാടി ഓരോരുത്തർ ഉപജീവന മാർഗം നടത്തുന്നത് അധികവും കലാഭവൻ മണി സാറിന്റെ പാട്ടുകളാണ്. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു ജീവകാരുണ്യ പ്രവർത്തകനായിരുന്നു. അദ്ദേഹം താഴെത്തട്ടിൽ നിന്നും വലിയ തട്ടിലേക്ക് എത്തിയെങ്കിലും അയാൾ താഴെത്തട്ട് മറക്കാത്തൊരു വ്യക്തിയാണ്. എപ്പോഴും അദ്ദേഹം നിലത്തിരുന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ കലാഭവൻ മണി സാർ. കാരണം ഞാൻ പരിചയപ്പെടുന്നത് അന്നാരക്കണ്ണനും തന്നാലാടും എന്ന സിനിമയുടെ ലൊക്കേഷൻ തൊടുപുഴ വെച്ച്, അവിടെ വെച്ചാണ് ഞാൻ കലാഭവൻ മണി സാറിനെ ആദ്യമായി പരിചയപ്പെടുന്നത്. കാരണം പരിചയപ്പെടുന്ന സമയത്ത് തന്നെ പരിചയപ്പെടുത്തിയത് നമ്മുടെ അടുത്ത ഒരു സുഹൃത്തായിരുന്നു. ആ പരിചയപ്പെടുത്തുന്ന സമയത്ത് അദ്ദേഹം ചെയ്തത് ഒരു കൈതരിയല്ല, നെഞ്ചോട് ചേർത്ത് വെച്ച് പേരും നാളും ഒക്കെ ചോദിക്കുകയാണ് ചെയ്തത്. ആ സമയത്ത് ജാഫർ ഖാന്റെ, അതായത് ശിവാജി ഗുരുവായൂർ സാറുണ്ട്, ഇന്ദ്രൻസ് ഉണ്ട്, അങ്ങനെ നിരവധി നടന്മാരിടയിൽ വെച്ചിട്ടാണ് എന്നോട് അങ്ങനെ സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ മണി കൂടാരത്തിൽ വെച്ചും ഒരിക്കൽ ഞാൻ കണ്ടിരുന്നു. പക്ഷെ അതിനുശേഷം എനിക്ക് കൂടുതൽ കാണാനും ഒന്നും പറ്റില്ല, തിരക്കായിരുന്നു. പക്ഷെ എങ്കിൽ പോലും അദ്ദേഹത്തിന്റെ ആ മരണം, അദ്ദേഹത്തിന്റെ നമ്മളെ വിട്ടുപോയ ആ ആത്മാവിന് ആത്മശാന്തി നേർന്നുകൊണ്ട് എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം ദുഃഖത്തിന് പങ്കുചേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. വായിക്കുച്ചാണ്ട് പാണം കത്തണുമാ വഴല പൊട്ടിച്ച് പാപ്പണ്ടാക്കണുമാ.